ബേസലൊക്കെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ ബേക്കൽ പാലസിലത്തെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നൊരു 11-12 ആകുമ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാണ് പോവാണ് ഒരു 8:30-9 മണിയാകുമ്പോൾ. അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ ഞങ്ങളാണ് ബ്രെഡ് ഓംലേറ്റും ദോശയും ചായക്കാണ് കുടിച്ചത്. ആദ്യം ഞങ്ങൾ മോളിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ മുരുടേശ്വരാണ് അവിടുത്തെ ഒരു ബെൻസി പാലസ് റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണം. ഇവിടെ നിന്ന് ഒരു 3-4 മണിക്കൂറുണ്ട്. അപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിനുമ്പോൾ ഞങ്ങൾ ഹോട്ടൽ തിമ്മപ്പ വന്ന ഹോട്ടലിൽ കയറി. പിന്നെ ഞങ്ങളവിടെ അറിയില്ലായിരുന്നു. എന്നാൽ ഞങ്ങളവിടെ പോയി നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇലയിലാണ് തന്നത്. ചിക്കൻ ആയാലും ഫിഷൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് സ്പൈസി അല്ല, എന്നാലും നല്ല രസമൊക്കെ ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ബിരിയാണി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇതാണ് ബെൻസി പാലസ് റിസോർട്ട് എന്നാണ്. അപ്പോൾ ഞങ്ങളൊരു 3 മണി 3:30ക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. മുരുടേശ്വരാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മുരുടേശ്വരത്തിലെ ടെമ്പിൾ കണ്ടു. പിന്നെ ശിവയുടെ സ്റ്റാച്ചു കണ്ടു. ഇതൊക്കെ ഞാൻ കാണാൻ പോയി. ഞങ്ങൾ റൂം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെമ്പിൾക്ക് പോകണത് തന്നെ ഞങ്ങൾ ട്രഡീഷണൽ ഡ്രസ്സ് പോലെ മുണ്ടും ഷർട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ പോണേ. അപ്പോൾ വണ്ടി പാർക്കിംഗ് അത്രയ്ക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇവിടെ നിന്ന് പോവാനാണ്. അപ്പോൾ ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. അപ്പോൾ ഞങ്ങളത് അങ്ങോട്ട് പോവാണ്. ഞങ്ങളുടെ അവിടെ എത്തി. നല്ല 3 ഉച്ച ഉണ്ടായി ഞങ്ങൾക്ക് അത്ര വെയിലുണ്ടായിരുന്നു. വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥലം. അപ്പോൾ ഇതാണ് ടെമ്പിൾ. ഇവിടെ ഒരു ഇവിടുത്തെ ഒരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ളിൽ പോയിട്ട് ലിഫ്റ്റ് ഉണ്ട്. 17-18 അടിയുള്ളതാണ് ലിഫ്റ്റ്. ഫ്ലോറുകളുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ. അതിന് മുകളിൽ നല്ല വ്യൂ ഒക്കെയാണ്. ബീച്ചിൽ നിന്ന് അവിടെ ഉള്ളത് വ്യൂ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണും. അതുപോലെ ശിവൻ്റെ സ്റ്റാച്ചുവും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും.
ഞങ്ങൾ അവിടെ പോയപ്പോൾ ആണെങ്കിൽ പ്രസാദം ഉണ്ടായിരുന്നു ലഡുവിടെ. അപ്പോൾ ഞങ്ങളൊരു 5 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ലഡു. അത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ഇനി വേറെ അങ്ങനെ പോകാനില്ല, സൈഡിൽ തന്നെ ബീച്ചും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് പോകാനാണ്. അപ്പോൾ ഞങ്ങൾ ആ ലഡു കഴിച്ചു. നമ്മൾ പോയിപ്പോൾ കടലിലേക്ക് അവിടെ ബീച്ചിലേക്ക് പോയപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കഴിക്കണതും അങ്ങനെയൊക്കെയുള്ള സ്ഥലം ഉണ്ടായിരുന്നു. മീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ടായിരുന്നു മീൻ കഴിക്കാൻ പോയത്. ഞങ്ങളൊരു കരിക്കും വെള്ളം കുടിച്ചു. അതും കുടിച്ചിട്ട് ഞങ്ങൾ ഇതേ പോയി. കടലൊക്കെ വെറുതെ നീന്താൻ നിന്നില്ല. ഞങ്ങൾ മുണ്ടൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ടെമ്പിളിൻ്റെ അവിടെ ഇങ്ങനെ ഓരോ ലൈറ്റ് ഇങ്ങനെ മിന്നിക്കത്തി ഇങ്ങനെ വേറെ വന്നു, അങ്ങനെ എടുത്താണ്. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ഹോട്ടലാണ് സീതാര, സിത്താര അല്ല സീതാര. അപ്പോൾ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അവിടെ എല്ലാ ഭക്ഷണമായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ മീനും അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ കഴിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങൾ ചിക്കനും അത് റൈസൊക്കെ ഞങ്ങൾ കഴിച്ചു. അവിടെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ ഹോട്ടലിൻ്റെ അവിടെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ ഒരു ഹോട്ടലിലാണ്. ഇത് രാത്രിയുടെയാണിത്. രാവിലെ ലൈറ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇങ്ങനെയാണ് ഹോട്ടൽ. അപ്പോൾ രാവിലത്തെയാണ്. ഇവിടെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്, ജിമ്മുണ്ട്, പിന്നെ ഇവിടെ ബ്യൂട്ടി പാർലർ പോലെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ട് വെറുതെ ഇങ്ങനെ നടക്കായിരുന്നു അവിടെ. പിന്നെ ഇതാണെങ്കിൽ ആ ഹോട്ടലിൻ്റെ തന്നെയാണ്. അവിടെ കല്യാണമൊക്കെ നടക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ വെറുതെ കാണിച്ചതാണ്. ഇത് കണ്ട് ഞങ്ങൾ റൂമിൽ പോയി. അപ്പോൾ ഇത്ര വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.